നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. 6 പതിറ്റാണ്ടോളം മലയാളികളുടെ ഹൃദയസ്വരമായിരുന്ന അഗാധ ശബ്ദസാഗരമായിരുന്ന ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അമല ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാള ചലച്ചിത്ര ശാഖയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ ഒട്ടനവധി സംഗീത സ്നേഹികൾക്കായി പാടിയിട്ടുള്ള ജയചന്ദ്രന്റെ ആലാപനത്തിൽ പ്രണയവും വിരഹവും ഭക്തിയും ഹാസ്യവും നിറഞ്ഞു നിന്നത് ഉജ്ജ്വല ഭാവ പൂർണ്ണതയോടെയാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 16,000-ലേറെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1 തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണയും നേടിയ അദ്ദേഹം കേരള സർക്കാരിന്റെ JC ദാനിയേൽ പുരസ്കാരവും ഏറ്റുവാങ്ങി. അതേസമയം തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി ബഹുമതി 4 വട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം മദ്രാസിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് കയറി ചെന്നൈയിൽ ഒരു ഗാനമേളയിൽ ജയചന്ദ്രന്റെ പാട്ട് കേട്ട ശോഭന പരമേശ്വരൻ നായരും A. വിൻസെന്റും അദ്ദേഹത്തെ സിനിമയിൽ പാടാൻ ക്ഷണിച്ചു. അങ്ങനെ 1965 കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിൽ P. ഭാസ്കരൻ എഴുതി ചിദംബരനാഥ് സംഗീതം നൽകിയ ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന പാട്ടുപാടി ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നത്. ആ ചിത്രത്തിന്റെ റിലീസ് വൈകിയെങ്കിലും പാട്ട് കേട്ട G. ദേവരാജൻ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ അവസരം നൽകി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, മധുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ എന്ന ഗാനം എക്കാലത്തെയും ഹിറ്റായി തിളങ്ങുകയാണ്. അതാണ് ജയചന്ദ്രൻ എന്ന ആലാപന സൗകുമാര്യത്തെ ചലച്ചിത്ര ഗാന പ്രേമികൾക്കായി പരിചയപ്പെടുത്തിയ ഗാനം. അതേസമയം കുമ്പിൾ ക്രിയേഷൻസിന്റെ നിരവധി ആൽബങ്ങളിൽ ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ രചിച്ച മാനസവീണയിൽ ശ്രുതി മീട്ടിടും തമ്പുരാനെ ഏക ദൈവമേ എന്ന സെമി ക്ലാസിക്കൽ ഗാനവും പാടി ഞങ്ങളെ 2020 സ്വരമാധുര്യം കൊണ്ട് അനുഗ്രഹിച്ചത് സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതേസമയം 2003 മദ്രാസിലെ സെന്റ് മരിയൻ സ്റ്റുഡിയോയിലാണ് ഞങ്ങളുടെ ആദ്യത്തെ ഗാനം ജയചന്ദ്രൻ ആലപിച്ച് റെക്കോർഡ് ചെയ്തത്. ഇനിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഭാര്യ ലളിത, മകൾ ലക്ഷ്മി, മകൻ ഗായകൻ കൂടിയായ ദിനനാഥൻ. ഇനിയും ജീവിതത്തിന്റെ നാൾ വഴിയിലേക്ക് കടന്നാൽ തൃപ്പൂണിത്തുറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്നമംഗലം പാലിയൻ തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും 3ാമത്തെ മകനായി 1944 മാർച്ച് 3 എറണാകുളത്താണ് ജയചന്ദ്രൻ പിറന്നു വീണത്. ചേന്നമംഗലത്തെ പാലിയം സ്കൂൾ, ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ, ഇരിഞ്ഞാലക്കുട നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 1958 ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ജയചന്ദ്രന് മൃദംഗത്തിൽ 1ാം സ്ഥാനവും ലളിതഗാനത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചു. ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസാണ് അന്ന് 1ാമനായത്. പിന്നീട് ഇരിഞ്ഞാലക്കുട പാലിയത്തേക്ക് താമസം മാറിയെങ്കിലും കുട്ടിക്കാലത്ത് കുറച്ചുകാലം ചെണ്ടയും പിന്നീട് മൃദംഗവും പഠിച്ചിരുന്നു. സംഗീതപ്രേമിയും ഗായകനുമായിരുന്ന പിതാവിൽ നിന്നാണ് സംഗീതത്തോടുള്ള താല്പര്യം ജയചന്ദ്രനിലേക്ക് പകർന്നത്. സ്കൂളിലും വീടിലെ സമീപത്തെ ക്രിസ്ത്യൻ പള്ളിയിലും ജയചന്ദ്രൻ പതിവായി പാടിയിരുന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു കാര്യം. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, നീലഗിരിയുടെ സഖികളെ, സ്വർണ്ണഗോപുര നർത്തകീ ശില്പം, കർപ്പൂരദീപത്തിൻ കാന്തിയിൽ, അഷ്ടപതിയിലെ നായികയെ, തിരുവാഭരണം ചാർത്തി വിടർന്നു, കാറ്റുമുഴുക്കും കിഴക്കോട്ട്, രാജീവ നയനെ നീയുറങ്ങൂ, റംസാനിലെ ചന്ദ്രികയോ, നന്ദ്യാർവട്ട പൂജിരിച്ചു, അനുരാഗ ഗാനം പോലെ, ഹർഷബാഷ്പം ചൂടി, ഏകാന്ത പതികൻ ഞാൻ, ശരബിന്ദു, മലർദീപ നാളം വീട്ടി, യദുകുല രതിദേവനെവിടെ, സന്ധ്യക്കെന്തിന് സിന്ദൂരം, നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ, ഉപാസന ഉപാസന, മല്ലികപ്പൂവിൻ മധുരഗന്ധം, മധുചന്ദ്രികയുടെ ചായത്തളികയിൽ, നുണക്കുഴി കവിളിൽ നഖചിത്രം എഴുതും താരെ, കരിമുകിൽ കാട്ടിലെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു കേവലമർത്യ ഭാഷ കേൾക്കാത്ത പ്രായം തമ്മിൽ മോഹം നൽകി, കല്ലായി കടവത്തെ വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവെ, കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, നീയൊരു പുഴയായി തഴുകുമ്പോൾ എന്തേ ഇന്നും വന്നീല, ആരാരും കാണാതെ ആരോമൽ തൈമുല്ല, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടന്റെ രാധെ, സ്മൃതിതൻ ചിറകിലേറി ജ്ഞാനൻ തുടങ്ങിയ ലളിതഗാനങ്ങളും ഒന്നിനുമല്ലാത്ത എന്തിനോ തോന്നിയതിഷ്ടം എന്ന
ആൽബവും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഇദ്ദേഹത്തിന്റെ ആലാപന സൗകുമാര്യത്തിന്റെ അതീവ ഹൃദ്യ ഗാനങ്ങളാണ്. അതുപോലെ തന്നെ എണ്ണിയാൽ തീരാത്ത ഒട്ടനവധിയായ ശ്രദ്ധേയമായ ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുറമെ ഹൈന്ദവ ഭക്തിഗാനങ്ങളും പാടി മലയാളത്തെ പോഷിപ്പിച്ച, മലയാള സംഗീത ലോകത്തെ ഹൃദയത്തിലേറ്റിയ ഇദ്ദേഹത്തെ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവില്ല. പാട്ടുകളെ പറ്റി പറയുമ്പോൾ ഒരു നീണ്ട നിര തന്നെ, എണ്ണിയാൽ ഒടുങ്ങാത്ത നിര തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആലാപന വൈഭവത്തിന്റെ ഭാവഗായകന്റെ ഏറ്റവും തിളങ്ങുന്ന, ശ്രേഷ്ഠത നിറയ്ക്കുന്ന വ്യക്തിത്വം നിറഞ്ഞു നിന്നിരുന്ന പി ജയചന്ദ്രൻ വിടവാങ്ങിയിരിക്കുകയാണ്. മലയാളത്തിന്റെ സംഗീത സ്നേഹികളുടെ ഇഷ്ടഗായകനായ, ആലാപന സാമ്രാട്ടിന്റെ ഭാവഗായകനായ, ചക്രവർത്തിയായ ഗാനകുലപതിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രവാസി ഓൺലൈൻ, കുമ്പിൾ ക്രിയേഷൻ എന്നീ 2 പ്രസ്ഥാനങ്ങൾ ഹൃദയപ്രണാമം അർപ്പിക്കുകയാണ്. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.